ശബരിമലയിലെത്തുന്ന ഭക്തരിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം പരമാവധി ഒഴിവാക്കാൻ പദ്ധതി വരുന്നു. അടിയന്തര വൈദ്യചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ആരോഗ്യവകുപ്പുമായി ചേർന്ന് പദ്ധതിയുടെ കരട് തയ്യാറായി വരുന്നതായി ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായർ ന്യൂസ് 18നോട് പറഞ്ഞു. യുവ IAS ഉദ്യോഗസ്ഥനായ അരുണാണ് ഇത്തവണ ശബരിമലയിൽ സർക്കാരിനു വേണ്ടി ഏകോപനം നടത്തുന്നത്. അരുണിന്റെ പ്രതികരണത്തിലേക്ക്. തീർത്ഥാടനകാലം ആകെ ഇവിടെ മുഴുവൻ ഈ ആളുകൾക്കിടയിൽ നിന്നൊരാളെന്നുള്ള നിലയിൽ ഇനി ശബരിമല എങ്ങനെ മാറണം, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അത്തരം ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടോ? അതെങ്ങനെയാണ്? ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റും ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയും വരാനുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരെ, ഈ ഒരു 60-70 ലക്ഷം ആൾക്കാരെ സേവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. താങ്കൾ MBBS കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ്. അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക്? ഒരുപാട് പേര് അങ്ങനെ മാറുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടാണോ? എന്താണ്? MBBS കഴിഞ്ഞു, ഏകദേശം ഒരു 6 മാസക്കാലത്തോളം ജോലി ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഇതെൻ്റെ പ്ലാറ്റ്ഫോം അല്ല എന്ന് തിരിച്ചറിയുന്നത്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു വലിയ സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു ജോലി എന്നെ ഒരു ആത്മസംതൃപ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് മാറിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിൽ എത്തുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ആരോഗ്യ മേഖലയിലേക്ക് തന്നെയാണ്. ഇവിടെ നടക്കുന്ന മരണങ്ങൾ കാണുമ്പോൾ നമ്മളൊരു സീറോ ഡെത്ത് പോളിസി എന്നുള്ള രീതിയിൽ ഒരു SOP ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വർഷം സീറോ ഡെത്തിലേക്കോ അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിലേക്കോ കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും വരും വർഷങ്ങളിൽ, അടുത്തൊരു 5 വർഷക്കാലത്തിലേക്കെങ്കിലും നമുക്കൊരു സിംഗിൾ ഡെത്തിലേക്ക് അല്ലെങ്കിൽ സിംഗിൾ നമ്പർ ഡെത്തിലേക്കെങ്കിലും നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ സുരക്ഷിതത്വം എത്തിക്കാനുള്ള ഒരു പോളിസി പേപ്പറാണ്. അപ്പോൾ അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ പലരും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. വ്രതം തുടങ്ങുമ്പോൾ ഡയറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പ്രഷറിനോ അല്ലെങ്കിൽ ഷുഗറിനോ ഒക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തന്മാർ മല കയറുമ്പോഴത്തേക്ക് പലപ്പോഴും കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് കാർഡിയാക് അറസ്റ്റിലാണ്, പ്രത്യേകിച്ച് നീലിമല അപ്പാച്ചിമേട് ആ ഒരു സ്ട്രെച്ചിൽ. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വരുന്ന വഴികളിലെല്ലാം നമ്മളിപ്പോൾ എമർജൻസി മെഡിക്കൽ സെൻറ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ CPR ട്രെയിനിങ് ഇപ്പോൾ നൽകുന്നുണ്ട്. തീർച്ചയായും അരുൺ എസ് നായർ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങളോട്, ഇവിടെ എത്തുന്ന ഭക്തരുടെ കൂടി ആവശ്യമാണ്, അവർക്ക് കൂടി ഗുണകരമാകുന്ന ഒരു ആഗ്രഹം തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം.